വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റപ്പ് പോലെയാണ്. മീറ്റപ്പ് ഫ്ലോപ്പ് ആകുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളെ വണ്ടി കണ്ട് ഇവിടത്തേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ മാപ്പല്ല. ഞാനിപ്പോൾ വേറൊരാൾ ഉണ്ടാക്കിയൊരു മാപ്പിട്ട് കളിക്കുന്നതാണ്. ഓക്കെ അല്ല എന്തായിപ്പോയി. ഓക്കെ, ഞാനിപ്പോൾ മറ്റുള്ള ഒരാൾ ഉണ്ടാക്കിയൊരു മാപ്പിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മളെ KL10 വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ KL10ൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഓന് M5 എടുത്തിട്ടായിട്ടായിരിക്കും മിക്കവാറും വരിക, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്താ നൈസായിട്ടൊന്ന് അവിടത്തേക്ക് പോട്ടെ. കാറ് ലോക്ക് ചെയ്ത് വെച്ചേക്കാം, ഏതെങ്കിലും എത്തും പറ്റി അടിച്ച് കൊണ്ടുപോകണ്ട. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത്ര ലോവറായിട്ട് വർത്തമാനം പറയുന്നത്. അവനാണോ അത്? അവൻ്റെ വണ്ടിയാണോ അത്? എനിക്ക് ഓക്കെ, നമുക്ക് ഗെയിംസ് അല്ല ഡ്രോൺ എടുക്കണം. ഓക്കെ, അവൻ കേരവേൻ അടിച്ചിട്ടാണോ വരുന്നത്? ഇവനിവിടുന്ന് ഇതിനും മാത്രം കേരവേനൊക്കെ. ഓ, ചെക്കൻ കടന്ന് റേസാക്കലാണ്. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം, എന്നാലും അവൻ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അവന് ചിലപ്പോൾ തിരിയത്തില്ല നമ്മളെവിടെയാണ് ഉള്ളത്. പുല്ലായിപ്പോയ. ഓക്കെ, ഇത് പൊളിച്ചു കേട്ടോ, ഇത് പൊളിച്ചു. ഓ, ഇത് നമ്മളെ മൗണ്ടെയിനിലാണ് കൈ സെറ്റാക്കിയത്. ഞാനൊന്ന് അവനെ വിളിച്ചോക്കട്ടെ. ബ്രോ റോഡില്ലാന്ന് പറഞ്ഞു. എന്നാൽ കാറെടുത്തിട്ട് വരാമോ? ഈ കാറെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ കാറിലേക്ക് കയറി റൂട്ടിലേക്ക് കയറാം. എൻ്റെ മീറ്റപ്പ് എല്ലാം പൊളിഞ്ഞ കേസ്. എപ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്തെങ്കിലും മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൊളിയും. എന്നാൽ ഇവന് അവനെ പൊട്ടിയല്ല. അല്ല, അടിച്ചടിച്ചടിച്ചടിച്ച് ഇല്ലല്ലോ കേസ്, കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ചെറിയ ഇലക്ക എൻ്റെ വണ്ടിയിലൊന്ന്. എടാ, 1 മിനിറ്റ് വരുന്നപ്പോൾ നമ്മൾ ഇപ്പം വരാം. ഇവിടെ നിന്ന് തട്ടിയില്ല ഉള്ള വണ്ടിയിൽ പോകണം. അതാ മോനെ, അടുത്ത പണി ഇതാ മാടി പിടിക്കുന്നു. ബ്രോ ശരിക്കും വാസ്കോ വൈറ്റിയാ? അല്ല, എന്താ എങ്ങനെ ചോദിച്ചേ? എൻ്റെ സബ്സ്ക്രൈബർ അല്ലേ, അപ്പോൾ ശരിക്കും വാസ്കോ വൈറ്റിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, എൻ്റെ ഓക്കെ, നമുക്കെന്നാ റേസ് വെക്കാമെന്ന്. എൻ്റെ വണ്ടിക്ക് അധികം പവറൊന്നുമില്ല ഗൈസ്, കാരണം ഞാൻ ഓഫ് റോഡിന് മെയിൻലി എടുക്കുന്നുണ്ട്. അത് അവനങ്ങ് പോയി എത്തി, അവനങ്ങ് എത്തി. ഗ്രാഫിക്സിൽ പ്രോപ്സ് ഡിസ്റ്റൻസും റെൻഡർ ഡിസ്റ്റൻസും ഒന്ന് കിട്ടിച്ച്. അതാ ആ ബാക്കിലെത്തി. ഇവിടെ പാർക്ക് ചെയ്യാൻ പറയാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. 500 കോയിനാ ഈ ഒരു ഇത് തുറക്കണമെങ്കിലോ? ഓക്കെ, ഓക്കെ. നമുക്ക് ചാർജ് കുറവാണ്. അവനെന്താ അവിടെ നിൽക്കുന്നത്? ആ, ഇപ്പാണ് അവൻ്റെ ഇന്ന്. ഞാനെന്നാൽ പിന്നെ അവൻ്റെ വെള്ളോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ. അവൻ്റെ വെള്ളം ഒന്ന് കയറി നോക്കണം. പിന്നെ നമുക്ക് അവനെടുത്തു. അവനെങ്ങെത്തിയോ? ഇവനെന്താ മിന്നൽ ഉരുളിയോ? എന്നെ കുത്തിക്കൊണ്ടതാ. എന്താണ് ബ്രോ? ഒരു മയമൊക്കെ വേണം ബ്രോ. നമുക്കൊന്ന് സോഫയിൽ പോയിട്ടിരിക്കാം. നമുക്ക് നോക്കാം നമ്മളെങ്ങനെയൊന്ന് ഇരിക്കുന്നതാണ്. നമ്മളെ വേറെ മൂഡിലാണ്. നമ്മളെ ക്യാരക്ടർ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവർ തന്നെ നമ്മളെ കാറിങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. കറൻ്റ്ലി another player is interacting with object. എന്താ ഞാനിപ്പോൾ കണ്ടേ? ഓ, ഇവൻ കടന്നായിരുന്നു. ഞാൻ കിടക്ക. ഓ, നീ കിടന്നു? എന്നാ ഞാൻ കിടക്കണേ. അവൻ കിടക്കണ്. പേടിച്ചു പോയാലേ ഞാൻ. ഓക്കെ, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. നമുക്കെന്നാ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാം. കറൻ്റ്ലി another player is interacting with. എടാ നിനക്കൊക്കെ ഞാൻ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, എന്തിനോളി ബോണറ്റെല്ലാം തുറന്നിട്ട്? എടാ ബോണറ്റ് തുറന്നോട്ടെ. ബോണറ്റ് എടാ ബോണറ്റ് തുറക്കടാ. ഇപ്പം നോക്കൂ, നമ്മൾ കാർ കുറച്ച് ബാക്കോട്ടേക്ക് ആക്കിയേക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഗൈസ്. എടാ ഒന്നും വേണ, ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് എടുത്ത് വെക്കുന്നതാണ്. ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് എടുത്ത് വെക്കുന്നതാണ്. എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ. ഇവൻ്റെ വണ്ടി ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഗ്രില്ലെല്ലാം വെക്കുമ്പോഴത്തേക്കും എന്തോ ഒരുപോലെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു കാരവാനിൽ എടുക്കണം. എപ്പോഴെങ്കിലും ഒരു ദിവസം നോക്കി എടുക്കാം. ഞാൻ അവനോടൊക്കെ ചോദിക്കട്ടെ, നിൻ്റെ അടുത്ത് ഫ്ലൈങ് സ്ക്വയറുണ്ടോ?
ഓക്കെ ഓൻ്റെ കയ്യിലില്ല. ബ്രോ കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു 20,000 ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലെ ആകെ 40,000 ഉള്ളൂ. നമുക്കൊന്ന് സെൻറ്റ് മണി കൊടുത്തേക്കും. 40,000 കൊടുത്തേക്കും. 40,000 വയസ്സ് 20,000. കാരണം നമുക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട്. കെൽട്ടൺ ഡിക്ലൈൻഡ് യുവർ എൻ്റെ ബസ് കൊടുത്ത് ഫ്രണ്ട് വന്നു. ബസ്സിനോ 1000 കോയിൻ്റെ ബസ്സിന് 1000 കോയിന് ബസ് കൊടുത്തപ്പോൾ ഇവന് 1000 റിയൽ മണി കൊടുക്കേണ്ട കാരവാൻ കിട്ടി. അല്ല അതെങ്ങനെയോ ഇപ്പോൾ കാരവാൻ റിയൽ മണി തന്നെയാണോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ ഗ്യാരേജിലുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. കാരവാന് നമ്മളെ ന്യൂ കാർസിൽ കാരവാൻ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും നോക്കണം. അപ്പോൾ ഗൈസ് വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഞാനിവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.